വന്ദേഭാരത് ട്രെയിനിൽ കേരള ഭക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചു. പ്രത്യേക പ്രതിനിധി കെ വി തോമസ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനാണ് കത്തയച്ചത്. കേരള വിഭവങ്ങൾ വിദേശ ടൂറിസ്റ്റുകളെ പോലും ആകർഷിക്കുന്നുവെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ട്രെയിനിൽ ഇറങ്ങാനും കയറാനും ഒരേ വാതിലെന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കയറാനും ഇറങ്ങാനും പ്രത്യേക സംവിധാനം ഒരുക്കണം എന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ മാറ്റിയിരുന്നു. ബൽറാം, കേരള ഫുഡ് കൂടി അതിൽ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ് ബൽറാം? ഈ കേരളത്തിൽ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ സേവനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പല യാത്രക്കാരും മലയാളികൾ കഴിക്കുന്ന കേരള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിൽ വിതരണം ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഈ ആവശ്യം ഔപചാരികമായി തന്നെ കേരളം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ആണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് അയച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഉത്തരേന്ത്യൻ ഭക്ഷണം അടക്കമുള്ളവയാണ് എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളികളായ യാത്രക്കാർക്ക് ഇത് സ്വന്തം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. കൂടാതെ കേരള ഭക്ഷണ വിഭവങ്ങൾ വിദേശികൾക്ക് ഉൾപ്പെടെ പ്രിയങ്കരമാണ് എന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ കേരള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ പല സ്റ്റോപ്പുകളിലും 2-3 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ഒരു സമയം കൊണ്ട് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും ഒരേ വാതിൽ ഉപയോഗിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഇത് ഒഴിവാക്കാൻ കയറാനും ഇറങ്ങാനും പ്രത്യേക സംവിധാനം വേണമെന്നുമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാഷ്മി, ബൽറാമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.